പ്ലീഡർ നിയമനത്തെ ചൊല്ലി കോൺഗ്രസിൽ ആരംഭിച്ച തർക്കം നേതാക്കൾ തമ്മിലുള്ള വാക്പോരിലേക്ക് നീങ്ങുകയാണ്. മുഖ്യമന്ത്രി വി.ഡി. സതീശനെ എതിർത്തും അനുകൂലിച്ചും നേതാക്കൾ പരസ്യമായി രംഗത്തെത്തി. മുഖ്യമന്ത്രി ഉത്തരവാദിത്തം പാലിക്കണമെന്ന് മാത്യു കുഴൽനാടൻ എം.എൽ.എ. ആവശ്യപ്പെട്ടു. KSUവിനെ തള്ളിപ്പറയാൻ ഒരു കോൺഗ്രസ് നേതാവിനും കഴിയില്ലെന്നായിരുന്നു ദീപ്തി മേരി വർഗീസിന്റെ വിമർശനം. RSS നേതാവ് അഡ്വക്കേറ്റ് TS ശരത്തിനെ സർക്കാരിന്റെ പ്ലീഡറാക്കി നിയമിച്ച വിവാദം കോൺഗ്രസിൽ കൊഴുക്കുകയാണ്. നിയമനത്തെ ന്യായീകരിച്ച മുഖ്യമന്ത്രിക്കെതിരെ ലോയേഴ്സ് കോൺഗ്രസും KSUവും നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഇരു സംഘടനാ നേതാക്കൾക്കും സന്ദർശനാനുമതി നിഷേധിച്ചായിരുന്നു തനിക്കെതിരായ നീക്കത്തെ മുഖ്യമന്ത്രി നേരിട്ടത്. ഇതോടെ നേതാക്കൾ ഇരുപക്ഷത്തുമായി അണിനിരുന്നു. KSUവിനെ തള്ളിപ്പറയാൻ ഒരു കോൺഗ്രസ് നേതാവിനും കഴിയില്ലെന്നായിരുന്നു KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിന്റെ പ്രതികരണം. ചുരുക്കം 1-2 പേരൊഴിച്ച് ബാക്കി എല്ലാവരും KSU എന്ന മഹാപ്രസ്ഥാനത്തോട് കമ്മിറ്റ്മെൻറ്റുള്ള അല്ലെങ്കിൽ KSUയിലൂടെ വന്നവരാണ്. സമര പോരാട്ടങ്ങൾ നടത്തി കേരള വിദ്യാർത്ഥി യൂണിയനിലൂടെ പ്രവർത്തിച്ച് ജയിൽവാസം അനുഭവിച്ച് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ശക്തമായ സമരങ്ങളൊക്കെ നടത്തി വന്ന ഒരു നേതാവിനും കേരള വിദ്യാർത്ഥി യൂണിയനെതിരെ പറയാൻ കഴിയില്ല. അങ്ങനെ പറയുമെന്ന് ഞാൻ കരുതുന്നുമില്ല. മുഖ്യമന്ത്രി ഉത്തരവാദിത്വം പാലിക്കണമെന്ന് മാത്യു കുഴൽനാടൻ M.L.A. ആവശ്യപ്പെട്ടു. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി അധികാരത്തിലെത്തിയ ഒരു സർക്കാരാണ്. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട്. അത് മാത്രം പറഞ്ഞുകൊണ്ട് എരുതിയിൽ എണ്ണ ഒഴിക്കാൻ ഞാനില്ല. എന്നാൽ മന്ത്രി AP അനിൽകുമാർ മുഖ്യമന്ത്രിയെ പിന്തുണച്ച് രംഗത്തെത്തി. വിമർശനങ്ങൾക്ക് പരിധിയുണ്ടെന്ന് അദ്ദേഹം KSU നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകി. ആ ഒരു സ്വാതന്ത്ര്യം, അതിന് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്ക് അപ്പുറത്ത് സംസാരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. അതാരായി കഴിയും. പരിധി വിട്ട അഭിപ്രായ പ്രകടനങ്ങൾ പാടില്ല. അത് വിമർശനങ്ങൾ എപ്പോഴും ക്രിയാത്മകമായിരിക്കണം, സതുദ്ദേശപരമായിരിക്കണം. കോൺഗ്രസ് വക്താക്കളായ ജിൻഡോ ജോൺ, VR അനൂപ് തുടങ്ങിയവർ മുഖ്യമന്ത്രി സതീശനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു. പട്ടാഭിഷേകം കഴിഞ്ഞാൽ വാഗ്ദാനങ്ങൾ മറക്കുന്നത് രാജശീലമാണെന്നായിരുന്നു സതീശനെതിരെ ജിൻഡോയുടെ ഉളിയമ്പ്. വന്ന വഴികളും കൈപിടിച്ച മനുഷ്യരും ചിലർക്ക് വെറും ചവിട്ടുപടികൾ മാത്രമാണെന്ന് ജിൻഡോ ഫേസ്ബുക്കിൽ കുറിച്ചു. സാലി മുഹമ്മദ്, കൈരളി ന്യൂസ്, കൊച്ചി.